വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓഗസ്റ്റ് 31 ശനിയാഴ്ച 8:30 മണിക്കാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിടുവിൻ്റെ സ്കൂളിൽ കൾച്ചറൽ മീറ്റാണ്. സെക്കൻഡ് ഡേ ആണ് കേട്ടോ. കൾച്ചറൽ മീറ്റിന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കിടുവിന് ഇന്നാണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉള്ളത്. കഴിഞ്ഞ വർഷവും ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനൊക്കെ ഇടുന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആ സമയത്ത് തന്നെ പനി പിടിച്ചിട്ട് അവനെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം കിടുവിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ കിടുവിന് സ്പോർട്സിനൊക്കെ ടൈമിൽ ഞാൻ നിങ്ങൾക്കറിയാലോ, പ്രത്യേക ഒരു സാഹചര്യത്തൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ മോനെ സ്പോർട്സിന് അവൻ ഒറ്റയ്ക്ക് ഇവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും അവന് പ്രൈസൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പ്ലസ് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് കൂടുതലും. ഞാനവിടെ ഉണ്ടായില്ലല്ലോ അവൻ്റെ കൂടെ എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ കിടുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഞാനും എൻ്റെ കിടുവും തന്നെയായിരുന്നു കേട്ടോ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു തലേദിവസം തന്നെ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഞാനും കിടും കൂടി 8:30 ആയപ്പോഴേക്കും സ്കൂളിലേക്ക് എത്തി. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ആർട്ട് ഹൗസ്, ഈ ചെറുപ്പശ്ശേരിയിൽ ഇന്ത്യൻ ആർട്ട് ഹൗസിൽ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഉള്ള ഏട്ടനായിരുന്നു ഷെഫീക്ക് എന്ന് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ മേക്കപ്പിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കിടുവിൻ്റെ കോസ്റ്റ്യൂമും തീമും എന്താ വെച്ച് കഴിഞ്ഞാൽ കാട്ടുമൂപ്പനാണ് കിടുവിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ കൊടുത്ത തീം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തത്താൽ വേദനിക്കുന്ന ഒരു കാട്ടുമൂപ്പൻ്റെ വിലാപം എന്നുള്ള ഒരു തീമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കിടു അത് വളരെ നന്നായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്യാൻ ഫാൻസി ഡ്രസ്സല്ല, പ്രത്യേകിച്ചൊക്കെ ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അവന് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്, ഒരുപാട് പിള്ളേരെ അവിടെ മേക്കപ്പ് ചെയ്യുമ്പോഴും ഓരോ മീശ ഒട്ടിക്കുമ്പോഴും ഓരോന്ന് ഒട്ടിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലായിരുന്നു. അവരത് പറിച്ച് കളയുന്നു, കരഞ്ഞ് അലമോറിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ആ സ്ഥാനത്ത് കിടു ഭയങ്കര കൂളായിട്ട് അവൻ ഇരുന്ന് തന്നു കേട്ടോ. അവനെല്ലാം ചെയ്യാൻ വേണ്ടി അവൻ ഇരുന്ന് തന്നു. അപ്പോൾ അവിടെ മേക്കപ്പ് ചെയ്യുന്ന ഏട്ടന്മാർ തന്നെ പറഞ്ഞു, ഇവൻ അടുത്തുള്ള നീ എന്തായാലും ഡാൻസിനോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം, അവൻ മേക്കപ്പിനൊക്കെ അടിപൊളിയായിട്ട് ഇരുന്നിരുന്നുണ്ടെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി, അവൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കിടുവിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ആ ഏട്ടന്മാർ എന്നോട് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. ഞാൻ നമ്മളൊരു അമ്മമാരുടെ മനസ്സ് നിറയാന്നൊക്കെ പറയില്ല, ഞാൻ അങ്ങനെ മനസ്സ് നിറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ചെറിയ പിള്ളേരാണ്, വലിയവരൊക്കെ ആണെങ്കിലും മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ സമ്മതിക്കാതെയും തട്ടി മാറ്റിയിട്ടും കരഞ്ഞിടാനാകുമ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇത്രയും പിള്ളേർ ഇനിയും മേക്കപ്പ് ചെയ്യാനായിട്ട് പിന്നാലെ ഇഷ്ടംപോലെ. കാരണം നമ്മളോട് ചെപ്പശ്ശേരിയിൽ ഇന്ത്യൻ ആർട്ട് ഹൗസിൽ നിന്നാണ് മിക്ക കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ പിള്ളേർ ആ ഒരു റൂമിലുള്ള പിള്ളേരൊക്കെ ഈ ഏട്ടനാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പിള്ളേർ വേറെ വന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ഇതല്ല, പിന്നെ കുഞ്ഞുമക്കളാണ്, അതും വേറെ കാര്യം. അപ്പോൾ കിടുവിനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം 2 ഏട്ടന്മാരുണ്ടായിരുന്നു, അതിലൊരു ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ പേര് സത്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ഏട്ടനാണ് കിടുവിനെ പറ്റി ഇത്രയും വലിയ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. കാരണം അവൻ എല്ലാത്തിനും നിന്ന് കൊടുത്തു, ഒരു മടിയും ഇല്ലാതെ. ഈ ഏട്ടൻ എന്ന് പറഞ്ഞ് നിൻ്റെ ക്യാരക്ടർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഏട്ടൻ അവനോട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിടു അങ്ങനെ അവന് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അവനിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച വിഗ് ഇതായിരുന്നു, പക്ഷെ നമ്മൾ വെച്ചത് ഈ വിഗ്ഗല്ല കേട്ടോ. നമ്മൾ വിഗ് മാറ്റിയായിരുന്നു. കാരണം പിന്നെ നമ്മൾ ഈ വിഗ്ഗാണ് വെച്ചത്, കറക്റ്റ് ഒരു കാട്ടുമൂപ്പൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ. അപ്പോൾ ഏട്ടനത് മുടി നരപ്പിക്കാൻ വേണ്ടി ചോക്ക് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ കൂടെ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നു കേട്ടോ. അതിനെ ഭയങ്കര കൂളായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കാണാൻ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ ആലോചിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഗൾഫിലായതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിനും എൻ്റെ പിന്നാലെ ഓടുന്നത് എൻ്റെ അമ്മയാണ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിനൊക്കെ എനിക്കൊന്നും അറിയേണ്ടി വരില്ലായിരിക്കും, അമ്മയാണ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതൊക്കെ അമ്മയായിരിക്കും. അപ്പം ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഇവൻ്റെ വേണ്ടിയിട്ട് ഇതൊക്കെ ഓടി നടന്ന് ചെയ്യുമ്പോൾ ആ സ്റ്റിക്കൊക്കെ ഞാൻ ഇവിടെ നമ്മുടെ നിസ്മേനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് സ്വയം ഉള്ളൊരു
പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. ഞാൻ അവന് വേണ്ടി ചെയ്തല്ലോ എന്നൊക്കെ അങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ അത് അനുഭവിച്ച് തന്നെ അറിയുള്ളൂ. പിന്നെ 10:30 അമ്മ വന്നു കേട്ടോ. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴേക്കും അമ്മ വന്നു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏട്ടനും നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുണ്ടോ കേസ്. അപ്പോൾ കേടു എന്താണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഒരു ക്ലാസ് റൂമിലായിരുന്നു കേട്ടോ, ഫാൻസി ഡ്രസ്സിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് കേട് നടന്നു പോകാണ്ട് മുപ്പത്തിയാറ് കമ്പും കോലൊക്കെ പിടിച്ച് മുപ്പത്തിയാറ് കൂളെ നടന്നു പോകേണ്ട ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്കൊരു പാളിച്ച തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് അവിടെ മൈക്ക് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേർക്കും. അതുകൊണ്ട് പിള്ളേർ മൈക്കിന് മുന്നിൽ എന്തോ പറയണമെന്ന് തോന്നിയിട്ട് പിള്ളേരൊക്കെ മൈക്കിന് മുന്നേ പോയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിള്ളേർ ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അവരെല്ലാവരും മൈക്കിന് മുന്നിൽ പോയി ഇങ്ങനെ നിന്നിട്ടുണ്ട്. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. മൈക്കിന് മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ മൈക്ക് അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പറയണം എന്നുള്ള തോട്ടായിരിക്കാം. കിടും അതുപോലെ തന്നെ അവനോട് നിർത്തിയ പോലെ അവനോട് മൈക്കിൻ്റെ മുന്നിൽ പോയി നിന്ന്. ഞാൻ അവനോട് പറഞ്ഞു, കിടു വിഷമം കാണിക്കണം, കരയണം എന്നൊക്കെ ഞാനിവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മുപ്പത്തിയാറ് അതൊന്നും ശ്രദ്ധിക്കുന്നു. മുപ്പത്തിയാറ് മുന്നേ പോയി നിന്നു. പക്ഷെ എന്തോ ആയിക്കോട്ടെ, നമ്മളെടുത്ത തീമിൻ്റെ ആയിരിക്കാം എന്തോ കിടുവിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ ഫാൻസി ഡ്രസ്സിൽ. സാധാരണ എനിക്ക് തോന്നുന്നു 2-3 പിള്ളേരാണ് തീം വൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും നോർമലി മറ്റേതായിരുന്നു, സ്പൈഡർമാൻ, പോലീസ്, സോൾജർ, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. 2-3 പേരാണ് ഒരു തീം വൈസിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. 2-3 പേര്. നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തത്താൽ വേദനിക്കുന്ന ഒരു കാട്ടുമൂപ്പൻ്റെ വിലാപം എന്നുള്ളതായിരുന്നു നമ്മുടെ ടൈറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിക്കുന്ന മനുഷ്യക്കൂട്ടങ്ങളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, എവിടെ എൻ്റെ മുണ്ടക്കൈ, എവിടെ എൻ്റെ ചുരൽമര എന്നുള്ളൊരു ഡയലോഗും നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ കൊടുത്ത പാട്ട് ഇതായിരുന്നു, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള പാട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു തീം ഇങ്ങനെ ഇട്ടിട്ടാണ്, ഒരു തോട്ട് പോലെ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും സെക്കൻഡ്, എനിക്കറിയില്ല എന്താ. അപ്പം പിന്നെ അത് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ താഴെ സ്റ്റേജിലായിരുന്നു ഫോക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി കുറച്ച് നേരമായിരുന്നുള്ളൂ കേട്ടോ. കാര്യം ഉമ്മോള് നേരിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവളിനിപ്പോൾ എണീറ്റ് വാശി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊരു 2-3 ഡാൻസൊക്കെ കണ്ടു. കുഞ്ഞു മക്കളുടെ ഡാൻസ്, ഇത് കിടുവിൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ, ഡെൽനയുടെ ഡാൻസ്. അപ്പോൾ ഞാൻ ഡെൽനയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഡെൽന ഡാൻസ് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ പോരുകയും ചെയ്തു കേട്ടോ. അപ്പം ഇത് കിടുവിൻ്റെ ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്, ഡെൽന എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ നല്ല കുഞ്ഞു പിള്ളേർ കളിക്കണതാണ് ഒരു പ്രത്യേക രസമല്ല. ഞാൻ തന്നെ പറയായിരുന്നു അടുത്ത കൊല്ലം ഇനി ഉമ്മോളം ഞാൻ ഡാൻസിന് ഇവിടെ ഫോക്ക് ഡാൻസിന് ഞാൻ ചേർക്കുമെന്ന്. പിന്നെ 30 അതിന് ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. അവൾ എന്തായാലും ഇപ്പോൾ ഈ വർഷം ഇനി വിദ്യാരംഭം തുടങ്ങുമ്പോൾ ഡാൻസിന് ചേർക്കണം. അപ്പം അവളെ ഞാൻ ചേർക്കുന്നുണ്ട് ഈ വർഷം വിദ്യാരംഭത്തിന്. പിന്നെ അടുത്തുള്ള ഈ ഉമ്മോളുടെ ഡാൻസ് നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. തിരിച്ചപ്പോൾ ഓട്ടോ കിട്ടുന്നിടത്ത് ഞങ്ങൾ നടക്കുകയാണ്. കാരണം ഓട്ടോച്ചേട്ടൻ വിളിച്ച് പണ്ടു, പക്ഷേ ചേട്ടൻ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ചേട്ടൻ അവിടെ സ്റ്റക്കായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.